2026 NEET aspirants, welcome back to Physics Wala. ഈ വീഡിയോയിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ 2025 ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഫോർ പോളിജനിക് ട്രേറ്റ്സ്? പോളിജനിക് ട്രേറ്റ്സിന്റെ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ്: ഓട്ടോസോമൽ ഡോമിനന്റ് പാറ്റേൺ, എക്സ് ലിങ്ക്ഡ് റെസസീവ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ, മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ, അതേപോലെ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ. നമുക്കറിയാം പോളിജനി എന്ന് പറയുന്നത് ഒരു നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ്. പോളിജനി, പ്ലിയോട്രോപ്പി, മൾട്ടിപ്പിൾ അലീലിസം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അതേപോലെ കോ ഡോമിനൻസ്, ഇതെല്ലാം നമ്മൾ പോളിജനിയുടെ എക്സാമ്പിൾ ആയിട്ടാണ് പഠിക്കുന്നത്. ഓട്ടോസോമൽ ഡോമിനന്റ് പാറ്റേൺ, എക്സ് ലിങ്ക്ഡ് റെസസീവ്, അതേപോലെ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേണിലൊക്കെ നമ്മൾ കുറച്ച് ഡിസോർഡേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: genes capital R and capital Y follow independent assortment. Okay, if capital R, capital Y produce round yellow seed and small r, small y produce wrinkled green seed, what will be the phenotypic ratio of the F2 generation? അതായത് നമ്മൾ ടിപ്പിക്കൽ ഡൈഹൈബ്രിഡ് ക്രോസ്, നമ്മൾ NCERT യിൽ പഠിച്ച മെൻഡൽ ചെയ്ത ടിപ്പിക്കൽ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് ഇവിടെ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y ക്രോസ് സ്മോൾ y, അതായത് റൗണ്ട് യെല്ലോ ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ. ഈ ഒരു ക്രോസില് നമ്മളുടെ F2 ജനറേഷനിൽ കാണുന്ന ഫീനോടിപ്പിക് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, 9:3:3:1 ആണ് നമ്മളുടെ ഡൈഹൈബ്രിഡ് F2 റേഷ്യോ എന്ന് പറയുന്നത്. ഫീനോടിപ്പിക് റേഷ്യോ 9:3:3:1, 9:7, 1:2:1, 3:1. ഓക്കെ, ഇത് രണ്ടും നമ്മളുടെ മോണോ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ്. 9:7 എന്നത് നമുക്ക് പഠിക്കാനില്ല. 9:3:3:1 എന്നുള്ളതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: എ പിങ്ക് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗൺ പ്ലാന്റ് വാസ് ക്രോസ്ഡ് വിത്ത് എ റെഡ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗൺ പ്ലാന്റ്. അതായത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിങ്ക് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇറ്റ് ഈസ് ക്രോസ്ഡ് വിത്ത് എ റെഡ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗൺ. റെഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആർ. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ഫീനോടൈപ്പ് ആർ എക്സ്പെക്ടഡ് ഇൻ ദ പ്രോജനി? അങ്ങനെയാണെങ്കിൽ പ്രോജനിയിലെ എന്ത് ടൈപ്പ് ഓഫ് ഫീനോടൈപ്പ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ ഇവരുടെ അലീൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ മാത്രമേ കിട്ടുള്ളൂ. സോ നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്ന് വെച്ചാൽ 2 പിങ്കും 2 റെഡും ആണ് നമ്മൾക്ക് കിട്ടുക. ഓക്കെ, 2 എന്ന് പറയുമ്പോൾ റേഷ്യോ ആണ്. പകുതി പിങ്കും പകുതി റെഡും ആണ് നമ്മൾക്ക് കിട്ടുക. സോ നോക്കാം, only red flowered plants, തെറ്റ്. red flowered as well as pink flowered plant. Okay, only pink flowered, തെറ്റ്. red, pink as well as white, നമുക്ക് ഇവിടെ വൈറ്റ് കിട്ടിയിട്ടേ ഇല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ എ പ്ലാന്റ് ബ്ലാക്ക് സീഡ് കളർ. ഓക്കെ, ബ്ലാക്ക് കറക്റ്റ് ആയിട്ട് ജീനോടൈപ്പ് നമുക്ക് അറിയില്ല, ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന്. എനിവേ ബ്ലാക്ക് ഇസ് ഡോമിനന്റ് ഓവർ വൈറ്റ് സീഡ് കളർ. വൈറ്റ് എന്ന് പറയുന്നത് സ്മോൾ ബി ആണ്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ ജീനോടൈപ്പ് ഓഫ് ദ ബ്ലാക്ക് സീഡ് പ്ലാന്റ്, with which of the following genotype will you cross? അതായത് ക്യാപിറ്റൽ ബി ആണോ, ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണോ, ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ജീനോടൈപ്പ് അറിയാൻ വേണ്ടിയിട്ട്, ഹെട്രോസൈഗസ് ആണോ ഹോമോസൈഗസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ആരുമായിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുക? നമുക്കറിയാം, അൺനോൺ ജീനോടൈപ്പ് അറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ക്രോസ് ആണ് ചെയ്യുക. ടെസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ റെസസീവ് പാരന്റുമായിട്ട് ബാക്ക് ക്രോസ് ചെയ്യും. സോ ഇവിടുത്തെ റെസസീവ് പാരന്റ് എന്ന് പറയുന്നത് സ്മോൾ ബി ആണ്. സോ ക്യാപിറ്റൽ ബി അല്ല, ക്യാപിറ്റൽ ബി സ്മോൾ ബി അല്ല, ക്യാപിറ്റൽ ബി ഓർ ക്യാപിറ്റൽ ബി സ്മോൾ ബി അല്ല, സ്മോൾ ബി എന്ന് വെച്ചാൽ ടെസ്റ്റ് ക്രോസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാം. ലിസ്റ്റ് 1 2 or more alternative forms of a gene. Back cross of F1 progeny with homozygous recessive parent, ploidy. Cross of F1 progeny with any of the parents, allele, number of chromosomes sets in plant. Okay, test cross. 2 columns just നമുക്ക് മാച്ച് ചെയ്യാം. 2 or more alternative forms of a gene ആണ് നമ്മൾ അലീൽ എന്ന് പറയാ. അടുത്ത ക്വസ്റ്റ്യൻ: ക്രോസ് ഓഫ് F1 progeny with homozygous recessive parent. ക്രോസ് ഓഫ് F1 progeny with homozygous recessive parent. റെസസീവ് പാരന്റുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നതിന് ടെസ്റ്റ് ക്രോസ് എന്ന് പറയും. ക്രോസ് ഓഫ് F1 progeny with any of the parents, ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് നമ്മൾ ബാക്ക് ക്രോസ് എന്ന് പറയും. നമ്പർ ഓഫ് ക്രോമസോം സെറ്റ്സ് ഇൻ പ്ലാന്റിന്റെ ഉള്ളിലുള്ള ക്രോമസോം സെറ്റ്സിന് നമ്മൾ പ്ലോയിഡി എന്നാണ് പറയുക. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് A3, അതേപോലെ B4, C1 and D2
2 അല്ലെ. ഓക്കെ, അപ്പം A3 വരുന്ന ഓപ്ഷൻ B4 C1 D2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. എഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതിന് ശേഷവും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബട്ട് ജസ്റ്റ് ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരാന്ന്. ഡൗൺ സിൻഡ്രോം, ആൽഫ തലാസീമിയ, ബീറ്റ തലാസീമിയ, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, ഇവിടെ 11th ക്രോമസോം, X ക്രോമസോം, 21st ക്രോമസോം, 16th ക്രോമസോം. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, മാച്ച് ചെയ്യുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, എന്നിട്ട് താഴെ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The phenomenon of pleiotropism refers to. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്ലിയോട്രോപ്പിസം എന്താന്ന് നോക്കാം. പോളിജനിയും പ്ലിയോട്രോപ്പിസവും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. പോളിജനി എന്ന് പറഞ്ഞാൽ മെനി ജീൻസ് കൺട്രോളിങ് എ ക്യാരക്ടർ. പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജീൻ മെനി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഒരൊറ്റ ജീൻ മെനി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു. പ്രസൻസ് ഓഫ് സെവറൽ അലീൽസ് ഓഫ് എ സിംഗിൾ ജീൻ കൺട്രോളിംഗ് എ സിംഗിൾ ക്രോസ് ഓവർ. Presence of two alleles, each of the two genes controlling a single trait. A single gene affecting multiple phenotypic expression, more than two genes affecting a single character. നമുക്കറിയാം പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ജീൻ മൾട്ടിപ്പിൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനെ അഫക്ട് ചെയ്യുന്നു. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം? ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ബേസ് ചെയ്തിട്ടാണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. ദിസ് ഡിസോർഡർ വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലാങ്ടൺ ഡൗൺ. ഡൗൺ സിൻഡ്രത്തിന്റെ ആണ് തെറ്റ് സ്റ്റേറ്റ്മെന്റ്. Such an individual has overall masculine development, however the feminine development is also expressed. Yes, gynecomastia express ചെയ്യുന്നുണ്ട്. The affected individual is short statured എന്ന് പറയുന്നത് നമ്മളുടെ ക്ലൈൻഫെൽറ്റേഴ്സ് നമ്മൾ പറയുന്ന ഒരു ഫീച്ചർ അല്ല. ഫിസിക്കൽ, സൈക്കോമോട്ടർ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ഇസ് റിട്ടാർഡഡ്. അഗെയിൻ ഇത് ഡൗൺ സിൻഡ്രോത്തിന്റെ സിംറ്റംസ് ആണ്. സച്ച് ഇൻഡിവിജ്വൽസ് ആർ സ്റ്റെറൈൽ ആണ് എന്നുള്ളത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ബി ആൻഡ് ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രോഡ് പാം വിത്ത് സിംഗിൾ പാം ക്രീസ് ഇസ് വിസിബിൾ ഇൻ എ പേഴ്സൺ സഫറിംഗ് ഫ്രം 2023 ക്വസ്റ്റ്യൻ. ഇപ്പുറത്ത് കണ്ടതും 2023, അതായത് 2023 ക്ലൈൻഫെൽറ്ററും അതേപോലെ ഡൗൺ സിൻഡ്രോം ചോദിച്ചിരിക്കുകയാണ്. സോ ബ്രോഡ് പാം വിത്ത് സിംഗിൾ പാം ക്രീസ് ഇസ് വിസിബിൾ ഇൻ പേഴ്സൺ സഫറിംഗ് ഫ്രം, വെരി സിമ്പിൾ, ഡൗൺ സിൻഡ്രോം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. ടേണേഴ്സ് അല്ല, ക്ലൈൻഫെൽറ്റേഴ്സ് അല്ല, തലാസീമിയയും അല്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. പെഡിഗ്രിയും ഇമ്പോർട്ടന്റ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിമ്പിൾ റെപ്രസെന്റ് മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ഇൻ പെഡിഗ്രി അനാലിസിസ്? അതായത് മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. കൺസാൻഷീനിയസ് മാരേജ് ആണ്, വെരി സിമ്പിൾ. ഇതാണ് കൺസാൻഷീനിയസ് മാരേജ്. ഇത് നോർമൽ മേറ്റിംഗ്, റിലേറ്റീവ്സ് അല്ലാത്തവരുടെ മേറ്റിംഗ്. ഇത് അവർക്ക് ഒരു അഫക്റ്റഡ് മെയിൽ ചൈൽഡ് ഉണ്ടായിരിക്കുന്നു. ഇത് അഫക്റ്റഡ് ഓഫ് സ്പ്രിങ്സ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Frequency of recombination between gene pairs on same chromosome as a measure of the distance between genes to map the position on chromosome was used for the first time by. അതായത് ജീൻ മാപ്പിംഗ് ഏറ്റവും ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് ആരാണ്? ഇതിൽ ആരാണ് ജീൻ മാപ്പിംഗ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത്, അല്ലെങ്കിൽ ഫസ്റ്റ് അതിനുള്ള ജീൻ മാപ്പിംഗ് ടെക്നിക്ക് കണ്ടുപിടിച്ചത് ആരാണ്? അതിനാണ് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. തോമസ് ഹണ്ട് മോഗൻ, സ്യൂട്ടൻ ആൻഡ് ബൊവേറി, ആൽഫ്രഡ് സ്റ്റോട്ട് ആൻഡ് ഹെൻകിൻ. നമുക്കറിയാം ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQs നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ഇതേപോലെ വീഡിയോസ് ആയിട്ട് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. സോ അടിപൊളിയായിട്ട് പഠിക്കുക. നീറ്റ് എക്സാം നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. താങ്ക്